എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇംഗ്ലീഷ് മേഡീസിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് എടുത്തതെന്നുള്ള നിങ്ങൾക്കൊരു ഐഡിയ കാണുമായിരിക്കും. സ്പോക്കൺ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നു. നമ്മൾ എങ്ങനെ വിഷ് ചെയ്യാം, നമ്മൾ ആശംസാവചനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്നത്തതും വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമുക്ക് അലർജി ഉണ്ട് അല്ലേ. അപ്പോൾ അലർജിയെക്കുറിച്ച് നമുക്ക് ഒരു കാര്യം നമുക്ക് അലർജിയാണെന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം പല രീതിയിൽ. അതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് ഡയറക്റ്റ് കടക്കാം. അലർജി എന്ന് പറയുന്നതിന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ബോഡീസ് റിയാക്ഷൻ ടു സം ഫുഡ് ഓർ സബ്സ്റ്റൻസ്. നമ്മളുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ആഹാരത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളുടെയോടുള്ള റിയാക്ഷൻ, ഒരു പ്രതികരണം, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അലർജി എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആഹാര സാധനങ്ങൾ കഴിച്ച് ഞാൻ നിങ്ങൾക്കറിയാം, അവരുടെ ശരീരം എന്ത് ചെയ്യും, കയറി ഭയങ്കരമായിട്ട് അവർക്ക് ചൊറിച്ചിലുണ്ടാവും, ഇച്ചിങ് സെൻസേഷൻ, അതുപോലെ റാഷസ് ഉണ്ടായി, ചിലപ്പോൾ നീരൊക്കെ ഭയങ്കരമായിട്ട് മുഖവും ശരീരമൊക്കെ അങ്ങ് നീരാവും, ഇൻഫ്ലമേഷനൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാകാറുണ്ട്. അത് ചില ആഹാരം, ചിലവർക്ക് ചില വസ്തുക്കളായിരിക്കാം. അപ്പോൾ അതേ കണക്കുണ്ടാകുന്ന ശരീരത്തിന് ഒരു വസ്തുവിൻ്റെ കൂടെയുള്ള ഒരു പ്രതികരണത്തിനാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. അപ്പോൾ അലർജൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് അടുത്ത് നോക്കാം. അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് അലർജൻ. അലർജൻ എന്ന് പറഞ്ഞാൽ എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ആൻ അലർജിക് കണ്ടീഷൻ. ഒരു അലർജിക് കണ്ടീഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വസ്തുവിനെ അല്ലെങ്കിൽ അതിന് നിദാനമായിട്ടുള്ള ആഹാരം, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അലർജൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ എനിക്ക് അലർജി ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് അലർജി ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് പറയാൻ നോക്കാം. അതിന് ഏറ്റവും നല്ലൊരു പ്രയോഗമാണ് ഐ ആം അലർജിക് ടു സംതിങ്. ഐ ആം അലർജിക് ടു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയും, ഏത് വസ്തുവാണോ നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏത് ഫുഡ് ഐറ്റമാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നതെന്ന് പറയണം. സപ്പോസ് ഇപ്പോൾ ഐ ആം അലർജിക് ടു ഡസ്റ്റ്, എനിക്ക് എന്ത് അലർജിയാണ്, പൊടി അലർജിയാണ്. ഐ ആം അലർജിക് ടു ഫെദർ, തൂവലുകൾ അല്ലേ, പക്ഷികളുടെയും മറ്റേ തൂവലുകൾ എന്താണ് ചിലവർക്ക് അലർജിയാണ്. അതേപോലെ അലർജിക് ടു പീനട്ട്സ്, ഈ ഒരുപാട് പേർക്ക് അലർജി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സാധനമാണ് ഈ നട്ട്സ് ഐറ്റംസ്. പീനട്ട്സ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം കപ്പലണ്ടിയാണ് അല്ലേ, നമ്മളെല്ലാവരും ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാറുണ്ട് പീനട്ട് ബട്ടർ. അപ്പോൾ അത് ചിലവർക്ക് ഒരുപാട് പേർക്ക് ഈ നട്ട്സ് ഐറ്റംസ് അലർജിയാണ്. അതേപോലെ ഒന്നാണ് ബീഫ്. ഒരുപാട് പേർക്ക് ബീഫ് കഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലവർ കയറി, അപ്പോൾ നമ്മൾ മട്ടൺ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്യും, അവർ തരുന്ന ബീഫായിരിക്കും. അപ്പോൾ ഈ ബീഫ് അലർജി ഉള്ള ആളാണെങ്കിൽ അപ്പം മനസ്സിലാവും, ആൾ കയറി അങ്ങ് പെരുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവൻ ബീഫാണ് മട്ടൺ എന്ന് പറഞ്ഞ് തന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ എഗ്സ്, അതേപോലെ പോളൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളെ പൂമ്പൊടി ഉണ്ടല്ലോ. അപ്പോൾ പൂമ്പൊടി, ഇതേ കണക്കുള്ള ഒരുപാട് പേർക്ക് അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഐ ആം അലർജിക് ടു സംതിങ്. അപ്പോൾ ഐ ആമിന് പകരം ഹീയും ഷീയും വരുമ്പോൾ ഏത് വരും, നമ്മൾ ഈസ് ഉപയോഗിക്കുന്നു അല്ലേ. ഹി ഓർ ഷീ ഈസ് അലർജിക് ടു പോളൻ. He or she is allergic to dogs. He or she is allergic to എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യാം, എന്താണോ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നത്. അതുപോലെ വിയും ദയും വരുമ്പോൾ എന്തായി, നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ മനസ്സിലാവാനായിട്ടാണ് കൺകോഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് മനസ്സിലാക്കാനായിട്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇപ്പോൾ വിയും ദയും പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം, ആർ ഉപയോഗിക്കണം. വി ആർ അലർജിക് ടു ഡോഗ്സ്, അല്ലെങ്കിൽ ദേ ആർ അലർജിക് ടു എന്ത് കാര്യവും അല്ലേ, നമ്മൾ ഏത് ഇഷ്ടം നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അവിടെ പരാമർശിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രയോഗം നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ അലർജിക് ടു എന്ന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന വേറൊരു മനോഹരമായിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് ഐ ആം സെൻസിറ്റീവ് ടു അല്ലേ. നേരത്തെ പറഞ്ഞ അതേ പ്രയോഗം തന്നെയാണ്. അലർജിക് ടുവിന് വരെ നമ്മൾ എന്താക്കുന്നു, സെൻസിറ്റീവ് കഴിഞ്ഞാലും ടു എന്ന പ്രപ്പോസിഷൻ തന്നെയാണ് വരേണ്ടത്. ഐ ആം സെൻസിറ്റീവ് ടു, നേരത്തെ പറഞ്ഞ ഡസ്റ്റ് ആവാം, ഐ ആം സെൻസിറ്റീവ് ടു മിൽക്ക് അല്ലേ. എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് പറയാം. ഐ ആം സെൻസിറ്റീവ് ടു പാരസിറ്റമോൾ. കാരണം പാരസിറ്റമോൾ എന്താണ്, പനിക്ക് നമ്മൾ കഴിക്കുന്നതാണ്. ആ പാരസിറ്റമോളിൻ്റെ ആ ഒരു ഡ്രഗ് കഴിച്ച് കഴിഞ്ഞാൽ എന്താവും, ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള അലർജി ഉണ്ടാവും. അപ്പോൾ അതാണ് ഹൈ സെൻസിറ്റീവ് ടു എന്ന് പറയുന്നത്. കാരണം ആ ഒരു മരുന്നിന് നമ്മളെ ദോഷകരമായ രീതിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യാൻ കഴിയും, നമ്മളെ ബാധിക്കും, നമ്മളെ ശരീരത്തിന് അത് പ്രതികൂലമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളെ ശരീരത്തിൽ അത് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഐ ആം സെൻസിറ്റീവ് ടു അല്ലേ, വേഗം അത് നമുക്ക് സ്വാധീനം ചെലുത്തും. അതേ കണക്കുള്ളതാണ് നമ്മൾ ഇവിടെ അടുത്തൊരു പ്രയോഗം പറയുകയാണ് ഐ ആം ഹൈപ്പർ സെൻസിറ്റീവ് ടു സംതിങ്. ഈ സെൻസിറ്റീവ് കണക്ക് തന്നെ ഒന്നാണ്. ഹൈപ്പർ ആകുമ്പോൾ എന്താണ്, അല്പം കൂടെ അല്ലേ, കൂടുതൽ വളരെ വേഗം നമ്മൾ ബാധിതനാകും പെട്ടെന്ന്. അപ്പോൾ ഈ പറഞ്ഞ നേരത്തെയുള്ള എല്ലാ എക്സാമ്പിൾസ് ഇവിടെ എന്ത് ചെയ്യാൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഐ ആം ഹൈപ്പർ സെൻസിറ്റീവ് ടു എന്താണ് പറയാനുള്ളതെന്ന് മാത്രം നിങ്ങൾ സൂചിപ്പിക്കുക. ഐ ആം ഹൈപ്പർ സെൻസിറ്റീവ് ടു അതിനും പറയാം. അതേ കണക്ക് ഐ ആം മാറ്റി നമുക്ക് എന്ത് പറയാം, ഹി ഓർ ഷീ ആണെങ്കിൽ എന്ത് പറയാം,
ഹി ഓർ ഷീ ഈസ് ഹൈപ്പർ സെൻസിറ്റീവ് ടു സംതിങ്. അതൊരു മരുന്നാകാം, ഒരു ഫുഡ് ഐറ്റം ആകാം, എന്തോ ആകാം. മനസ്സിലായില്ലേ? അതേ കണക്കാണ് നമ്മൾ നെക്സ്റ്റ് ഒന്ന് പോകുന്നതാണ് ഹി ഈസ് ഇൻടോളറൻറ്റ് ഓഫ്. ഇതെല്ലാം പദങ്ങൾ മാറി വരുന്നതേ ഉള്ളൂ. ഇൻടോളറൻ്റ് എന്ന് പറയുന്നത് ഇതേ കണക്കാണ്. അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ വസ്തുക്കൾ അവരുടെ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. ശരീരം അതിനെതിരായിട്ട് പ്രതിപ്രവർത്തിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീ ഈസ് ഇൻടോളറൻറ്റ് ഓഫ്. ശ്രദ്ധിച്ചോണം, ഇൻടോളറൻ്റ് കഴിഞ്ഞാൽ വരുന്നത് ടൂവോ ഒന്നുമല്ല, ഓഫ് തന്നെ വരണം. ഹീ ഈസ് ഇൻടോളറൻറ്റ് ഓഫ് മിൽക്ക്, അല്ലേ? മിൽക്ക് കുടിക്കുന്ന എന്താണ് അദ്ദേഹത്തിന്, അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറയത്തില്ല. ഹീ ഈസ് ഇൻടോളറൻറ്റ് ഓഫ് എന്താണ്, ലൈം ജ്യൂസ്. ലൈം ജ്യൂസ് കുടിച്ചാൽ എന്തുണ്ടാവും അദ്ദേഹത്തിന്? നിങ്ങൾക്കറിയാമല്ലോ, നൂറുകണക്കിനാണ്, എടുത്ത പറയാത്ത നൂറുകണക്കിന് ഓപ്ഷൻ ഉണ്ട്. ഏത് കാര്യമാണോ അദ്ദേഹത്തിന് അലർജിക് കണ്ടീഷൻ ഉണ്ടാക്കുന്നത് അത് ഏതാണെന്ന് പറഞ്ഞാൽ മതി. അത് തന്നെ നമുക്ക് വേറൊരു സ്ട്രക്ചറിൽ പറയാം. ഷീ ഈസ് ലാക്ടോസ് ഇൻടോളറൻറ്റ്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ലാക്ടോസ് ഇൻടോളറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിൽക്കിൽ കണ്ടുവരുന്ന ഷുഗറാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ മിൽക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ശരീരത്തിൽ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഷീസ് ലാക്ടോസ് ഇൻടോളറൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, മേളിൽ പറഞ്ഞതൊക്കെയാണെങ്കിൽ ഷീസ് ഇൻടോളറൻറ്റ് ഓഫ് ലാക്ടോസ്. അത് തിരിച്ച് വേറെ രീതിയിൽ പറയുന്നതാണ് ഷീസ് ലാക്ടോസ് ഇൻടോളറൻറ്റ്. അല്ലെങ്കിൽ ഹി ഈസ് ഇൻടോളറൻറ്റ് ഓഫ് എന്താണെന്നുള്ള കാര്യം പറയുക. അത് തന്നെ ഇവിടെ തിരിച്ചെങ്ങനെ പറയാം, ഷീ ഈസ്, ആ കാര്യം ആദ്യം പറയുന്നു, ഏത് വസ്തുവാണ്, പിന്നെ ഇൻടോളറൻറ്റ് എന്നും കൂടെ പറയുന്നു. രണ്ടും ഓൾമോസ്റ്റ് ഒരേ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഐ ആം അലർജിക് ടു സംതിങ്, ഐ ആം സെൻസിറ്റീവ് ടു സംതിങ്, ഐ ആം ഹൈപ്പർ സെൻസിറ്റീവ് ടു സംതിങ്, ഐ ആം ഇൻടോളറൻറ്റ് ഓഫ് സംതിങ്, അല്ലെങ്കിൽ ഐ ആം ഡസ്റ്റ് ഇൻടോളറൻറ്റ്, ഐ ആം ലാക്ടോസ് ഇൻടോളറൻറ്റ്, ഐ ആം ആസ്പിരിൻ ഇൻടോളറൻറ്റ്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്കവിടെ ഫില്ലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ വിട്ടുപോയി. കാരണം ഇതെല്ലാം അലർജിക് കണ്ടീഷനെ കുറിച്ച് പറയാനാണ്. അതുകൂടെ നമ്മൾ ആദ്യം പറഞ്ഞ ഐ ആം അലർജിക് ടു എന്നാൽ നമ്മളൊരു പ്രയോഗം ആദ്യം പഠിച്ചല്ലോ, അത് തന്നെ നമുക്കൊരു സാഹിത്യാത്മകമായ ലിറ്ററൽ മീനിങ്ങും കൂടെ ഉണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറയണേ ഐ ആം അലർജിക് ടു പോപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എനിക്ക് പോപ്പ് മ്യൂസിക് ഇഷ്ടമല്ലെന്നാണ്. മനസ്സിലാവില്ലേ? എനിക്കൊരു ഡിസ്ലൈക്കാണ്, എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഹി ഈസ് അലർജിക് ടു റിസ്ക്, അവൻ റിസ്ക് എടുക്കാൻ എന്ത് ഇഷ്ടമല്ല. മനസ്സിലായില്ലേ? അവന് റിസ്ക് എടുക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഡിസ്ലൈക്ക്, ഇഷ്ടമില്ലായ്മ കാണിക്കാനും നമുക്ക് എങ്ങനെ പറയാം, ഐ ആം അലർജിക് ടു സംതിങ് പറയാം. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഏതെങ്കിലും അലർജിക് കണ്ടീഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈസി ആയിട്ട് ഈ ഒരു എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുക. പിന്നെ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം നമുക്ക് ആവശ്യമാണ് ഈ ചാനൽ ഒന്ന് സക്സസ്ഫുൾ ആണെങ്കിൽ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനിയും തുറന്നുള്ള വീഡിയോകൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും. അതിനെല്ലാം നിങ്ങളുടെ കോപ്പറേഷൻ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ദിസ് ഈസ് രമേശ് സൈനിങ് ഓഫ്.